ഹേ ഗൈസ്, 50 ലക്ഷം രൂപയുടെ സ്കാമാണ് നടന്നത്. അതിൽ എനിക്കും നഷ്ടമായിട്ടുണ്ട് 5 ലക്ഷം രൂപ. നമ്മൾ ഈ ഒരു വർക്ക് വിസ, സ്റ്റഡി വിസ സ്കീമിൽ കഴിഞ്ഞ 2-2.5 വർഷമായിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ പറഞ്ഞ ഷോർട്ട് ടൈമിൽ 2-2.5 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 2022 ഡിസംബറിലാണ് ഞാൻ സിംഗപ്പൂർ എത്തുന്നതും ആ ഒരു ടൈം മുതലാണ് നമ്മൾ സിംഗപ്പൂർ മല്ലു എന്ന് പറയുന്ന രീതിയിൽ ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ആ ഒരു ടൈം മുതൽ നിന്ന് 2025 ഏകദേശം ഏപ്രിൽ തീരാറായിട്ടുണ്ട്. ഈ ഒരു ടൈമിനകത്ത് നമുക്ക് ഒരുപാട് നല്ലതും അത്രത്തോളം തന്നെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഒരു ഫെയിം എന്ന് പറയുന്നത്, അതായത് വർക്ക് വിസ, സ്റ്റഡി വിസ ഫെയിം എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ആൾക്കാർ മാത്രം ചെയ്യേണ്ട ഒന്നാണ്. ലൈക്ക് സക്സസ്ഫുൾ ആവാനും അതുപോലെ തന്നെ നാശത്തിലേക്ക് പോകാനും ഈ ഒരു മേഖല, എക്സ്പെഷ്യലി വർക്ക് വിസ എന്ന് പറയുന്ന മേഖല നമ്മളെ കൊണ്ടുപോകും. 50 ലക്ഷം രൂപയുടെ സ്കാം നടന്നു. എങ്ങനെയാണ് 50 ലക്ഷം രൂപയുടെ സ്കാം നടന്നതെന്നും അതുപോലെ തന്നെ അതിൽ നിന്ന് 5 ലക്ഷം രൂപ എൻ്റെ പോയത് എങ്ങനെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഹംഗറി എന്ന് പറയുന്ന കൺട്രിയിൽ നമ്മൾ ഏകദേശം ഒരു 8 മാസം മുന്നേ നമ്മൾ വർക്ക് വിസ അനൗൺസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നേ നമ്മൾ വീഡിയോ ചെയ്യാത്ത, അതായത് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിനും 2 സ്റ്റേജാണുള്ളത്. ഓൾറെഡി 2 അല്ലെങ്കിൽ 3 സ്റ്റേജാണുള്ളത്. വൺസ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എൻ്റെ അല്ലാതെ എനിക്ക് ജെന്യുവിനായിട്ട് തരുന്ന കുറച്ച് ടീമുണ്ട്, നാട്ടിലല്ല, അങ്ങ് പുറത്ത് കൺട്രികളിലുള്ളത്. സോ അവർ ഡയറക്റ്റ് എടുത്ത് അവർ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യും. അവർ വർക്കൗട്ട് ചെയ്ത ശേഷം ഏകദേശം 10, 15, 40, 50 വിസ വരെ മാക്സിമം വയ്ക്കാറുണ്ട്. അവർ ഓൺ റിസ്കിൽ അവരെടുത്ത് ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെ എടുത്ത് വച്ച ശേഷം വയ്ക്കുന്ന വിസകളിൽ എത്ര ശതമാനം സക്സസ് റേഷ്യോ ഉണ്ട് എന്ന് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യും. ആ വിസകൾക്ക് സബ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കും, എത്ര ഡ്യൂറേഷൻ എടുക്കണമെന്ന് നോക്കും. അതിന് പുറമെ നമുക്ക് ഈ ഡ്യൂറേഷൻ്റെ പീരീഡിന് പുറമെ നമുക്ക് അഡ്വാൻസ് ഉണ്ടോ, അഡ്വാൻസ് ഇല്ലാതെ എങ്ങനെയാണ്, അതിനും പുറമെ നമുക്ക് സബ്മിഷന് ഡേറ്റ് കിട്ടുന്നുണ്ടോ. ഇതാണ് മെയിനായിട്ടുള്ള സാധനം. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഡേറ്റ്. കമ്പനി ഡേറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതുണ്ട്. നമ്മൾ കമ്പനി ഡേറ്റ് അല്ലാതെ പുറത്തുനിന്ന് ഡേറ്റ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ റിജക്ഷൻ എപ്പോഴും ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും പറയാറുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് പുറത്ത് തേർഡ് പാർട്ടി വഴി വെച്ച് ഡേറ്റ് എടുക്കാൻ നോക്കരുത്. മാക്സിമം കമ്പനിയുടെ മെയിൽ വഴി ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള ചാൻസസ്, ഏത് യൂറോപ്പിലേക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. വേറെ GCC കൺട്രികളെ കുറിച്ച് എനിക്ക് അറിയാത്തത് ഞാൻ പറയുന്നില്ല. ഓക്കെ, യൂറോപ്പിലേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ബാച്ച് വയ്ക്കുമ്പോഴും ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്, അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു കട്ടാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ കമ്പനിയിൽ നിന്ന് ഡേറ്റ് വച്ച് വിസയ്ക്ക് സബ്മിഷൻ കഴിഞ്ഞ് കമ്പനി ഡേറ്റ് കിട്ടി, സബ്മിഷൻ കഴിഞ്ഞ് വിസ കിട്ടിയ ശേഷം മാത്രം നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബാച്ച്, ഒരു സെക്ഷൻ കഴിഞ്ഞ ശേഷം അങ്ങനെ നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് ഹംഗറിയിലേക്കുള്ളത്. ഏകദേശം 10-16 ഫയൽസ് ഓൾറെഡി വിസയ്ക്ക് വച്ച് സബ്മിഷൻ കഴിഞ്ഞ് വിസ കിട്ടിയ ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ബാച്ചിൽ എൻ്റെ പേഴ്സണലി ഞാൻ ഫയൽ എടുക്കുന്നതും വീഡിയോ ചെയ്യുന്നതും. ഏകദേശം 200-300 എന്തോ എൻക്വയറി ഉണ്ടായിരുന്ന സമയത്ത് നമ്മളധികം, കാരണം ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ, കഴിഞ്ഞൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ലിമിറ്റഡ് ഫയൽസ് മാത്രമാണ് ഞാനും എടുത്തത്. ഏകദേശം ലിമിറ്റഡ് 3 ഫയൽസ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 പേരുടെയാണ് നമ്മൾ അഡ്വാൻസ് കൊടുത്ത് ചെയ്യിച്ചത് തന്നെ. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നമ്മൾ പക്ക വച്ചു. കുറച്ച് കഴിയുമ്പോൾ പെർമിറ്റ് വന്നു ഓക്കെയാണ്. ഏകദേശം 4 മാസം കൊണ്ട് നമുക്ക് ഡേറ്റും കിട്ടി. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഹംഗറിയിൽ നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അൺഫോർച്ചുനേറ്റ്ലി ഡേറ്റിന് സബ്മിഷൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് എടുത്ത് കിട്ടിയിരിക്കുന്ന പെർമിറ്റ് ഒറിജിനലാണ്, പക്ഷെ പെർമിറ്റിൻ്റെ ബേസിലുള്ള കമ്പനിക്ക് ബാൻ കിട്ടിയിട്ടുണ്ടെന്ന്. അതായത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന വർക്ക് പെർമിറ്റിൻ്റെ കോപ്പിയിൽ ഓൾറെഡി ഈ മേഖലയിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്, കുറേ ഉഡായിപ്പന്മാരുണ്ട്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്നൊരു വർക്ക് പെർമിറ്റ് പൊതുവേ ചെക്ക് ചെയ്യാൻ റൈറ്റ്സ് ഇല്ല, ഓപ്ഷൻസ് ഇല്ല. അതാണ് പ്രത്യേകത. കമ്പനിക്ക് മെയിൽ ചെയ്ത് ചോദിച്ചു നോക്കാം, കമ്പനിയുടെ പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങളുടെ ഒരു വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഏജൻസികൾക്ക് ഏജൻറ്റുമാർ നല്ലവരെല്ലാം പറയുന്നത് മോശമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വർക്ക് പെർമിറ്റിൽ ചെറുതായിട്ട് നിങ്ങളുടെ പേരും കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. അതിന് അത്രയും വലിയ സോഫ്റ്റ്വെയർ വേണമെന്നില്ല. ക്യാൻവ പോലുള്ള ചെറിയൊരു ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് അടക്കം എടുത്ത് ചേഞ്ച് ചെയ്ത് ഗൂഗിളിൽ കയറുക, ലാംഗ്വേജ് സെർച്ച് ചെയ്ത് നിങ്ങളുടെ പേര്, അതുപോലെ ഡീറ്റെയിൽ, പാസ്പോർട്ട് നമ്പർ കാര്യങ്ങളെല്ലാം അതിനൊന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് അടിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ കുറേ വർക്ക് പെർമിറ്റ് ഫേക്കുകൾ അടിച്ച് കൊടുക്കുന്നുണ്ട്, അതും ഞാൻ പ്രത്യേകം പറയാം. സോ ഇങ്ങനൊരു കാറ്റഗറിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത സെയിം കമ്പനിയുടെ പേരിൽ വർക്ക് പെർമിറ്റുകൾ വ്യാജൻ അടിച്ചിറക്കി സബ്മിഷന് കൊണ്ടു കൊടുത്തു. കുറേ കാൻഡിഡേറ്റ്സ്, ഏകദേശം കുറച്ച് ഹിന്ദിക്കാർ, നാട്ടിൽ നിന്നല്ല നോർത്ത് സൈഡിൽ നിന്നാണ് സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ച ശേഷം കമ്പനിക്ക് ബാൻ കിട്ടി. നമ്മൾ വച്ച എല്ലാവരുടെയും ഫയലുകൾ ഹോൾഡായി ഏകദേശം 2.5 ലക്ഷം രൂപ വെച്ച് 2 പേരുടെയും അഡ്വാൻസും പെർമിറ്റിന് ശേഷം കൊടുത്ത പൈസയൊക്കെ കഴിഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടു. 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവർ എന്നെ വിശ്വസിച്ചിട്ടാണ് ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങിയതും അല്ലെങ്കിൽ
ഫയൽ തന്നെ ഞാൻ നേരിട്ട് ഇതുവരെ ഞാനിത് ഒരു ചെയ്ത് സക്സസ് ആയിരിക്കുന്ന വിസകളും വച്ചിരിക്കുന്ന വിസകളും സ്റ്റഡീസിൻ്റെ ആണെങ്കിൽ പോലും എന്നെ കണ്ടത് 10% താഴെ ആൾക്കാരാണ്. പുറകെ ഉള്ള വർക്ക് വിസയ്ക്ക് തന്നെ പറയാം 90% ആൾക്കാർക്കും എന്നെ കണ്ടിട്ടില്ല, എന്നെ അറിയ പോലും ഇല്ല. ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലോ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് മാത്രമാണ് നമ്മൾ എല്ലാ ഫയൽസും വെച്ചിരുന്നത്. കുറേ തിരക്കുകളോട് എനിക്ക് ഡയറക്റ്റ് കുറേ പേരെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ കുറേ പേർ നേരിട്ട് കാണുന്നില്ല, കാര്യം നടന്നാൽ മതി, നമ്മളിങ്ങനെ ആക്റ്റീവായിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട്. അപ്പോൾ അവിടെ സംഭവിച്ചത് നമുക്ക് കാൻഡിഡേറ്റിന് എന്തായാലും 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. പക്ഷേ കാൻഡിഡേറ്റിന് നമുക്ക് ഈ കേസ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മൾ കാൻഡിഡേറ്റ് പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. പേഴ്സണലി ഓൾറെഡി ബാങ്കിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെ നമ്മളത് എൻ്റെ തന്നെ വീട്ടിൽ തന്നെ അത് എടുത്ത് പിന്നെ അത് ഒന്നുകൂടെ പുതുക്കി വെച്ച് ആ ഒരു എമൗണ്ട് എടുത്ത് കളക്ട് ചെയ്ത് എനിക്ക് അവർക്ക് റീഫണ്ട് ചെയ്യേണ്ടി വന്നു. ഒരു 3-4 പ്രാവശ്യമായിട്ട് ഏകദേശം ആ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ട് ഒരു 3-4 മാസം കൊണ്ടാണ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഞാൻ അന്നും ഇന്നും പറയുന്നുണ്ട്, ഫിനാൻഷ്യലി അങ്ങനെ ഒരു ഇഷ്യൂ, അതായത് സാമ്പത്തികമായിട്ട് നിങ്ങളുടെ പൈസ ആരും കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ എനിക്കിത് പൈസയ്ക്ക് തന്നു, പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പരാതി നിങ്ങൾ കേൾക്കേണ്ടി വരില്ല എന്നുള്ള ആദ്യം പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് ഹാൻഡിൽ ചെയ്ത് അത് സോൾവ് ചെയ്തു. അതിനുശേഷം എനിക്ക് വിസ തന്ന ഒരു ടീമുണ്ട്, എനിക്ക് അത്രയും വിശ്വാസമുള്ള ആൾ തന്നെയാണ്. സോ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, നീ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയോ പഠിക്കേണ്ട കാര്യമില്ല. സോ ഞാനും പുള്ളിയും തമ്മിലുള്ള ഒരു ഡീലിങ്ങിൽ പുള്ളി അത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടിൽ നൗ നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് പൈസകളായിട്ട് നമുക്കത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എനിക്കത് പ്രശ്നമില്ല, കാരണം നമുക്ക് ഈ പറയുന്ന രീതിയിൽ പേഴ്സണലി എനിക്ക് നഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 5 ലക്ഷം രൂപയാണ് ഒറ്റയടി ഒരു പ്രോപ്പർട്ടി നമ്മൾ പ്രോപ്പർട്ടി വച്ച് തിരിച്ചെടുത്ത് ഇൻട്രസ്റ്റ് അടക്കം ഞാൻ പേ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിത് പരാതിയായിട്ട് ആരും പറഞ്ഞിട്ടുള്ള പറയുമില്ല. ഇനി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാണ്ടിരിക്കാൻ കൂട്ടാണ്, നിങ്ങൾ പോയി ചാടാണ്ടിരിക്കാൻ കൂട്ടാണ് എന്ത് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയധികം ഞാൻ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു സ്കീമിൽ വർക്ക് ചെയ്തിട്ടും എനിക്കും ഇങ്ങനെ പൈസ നഷ്ടപ്പെട്ടെന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ബോധിപ്പിച്ചതാണ്. ഓക്കെ, അതിപ്പോൾ എന്തിനോട് ഞാൻ വലിയ മഹത്വങ്ങളും കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ കാനഡേറ്റിന് നഷ്ടമായത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു 22,680 രൂപ, അതടക്കം ഞാൻ കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട വന്നു. പുള്ളിക്കാരത്തി ഒരു ഹസ്ബൻഡും വൈഫും ആയിരുന്നു. സോ പുള്ളിക്കാരത്തി ഒരുപാട് നമ്മളെ എന്താ പറയുക കാര്യങ്ങൾ ചോദിച്ചു. അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് കറക്റ്റാണ്, അവർക്ക് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മളിത് പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു സാഹചര്യം ഒന്നുമില്ലാത്ത രീതിയിൽ പൈസയില്ല, ഒന്നുമില്ല. അതായത് നമുക്ക് വരുമാനം വന്നാലാണല്ലോ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പേരിൽ ഇറങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ് ടൈം അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ വീഡിയോ വരണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റുകൾ മാർജിൻ വെച്ചിട്ട് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ വേണ്ടത് മാർജിനല്ല, കുറേ കണക്ഷനാണ്. അൽഹംദുലില്ലാ എന്ന് തന്നെ പറയാം. ഏകദേശം ഒരു 5-8-10 രാജ്യങ്ങളിൽ യൂറോപ്പിൽ തന്നെ നല്ല കണക്ഷൻസ് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് വേണ്ടായിരുന്ന ഫസ്റ്റ് പ്രയോറിറ്റി. അതിപ്പോൾ നിലവിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ്റെ ബേസിലും അതുപോലെ ഒരു കമ്പനി ബ്രാൻഡിങ് ആവുന്നതിൻ്റെ ബേസിലും കുറേ ഒറ്റയ്ക്ക് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പരിപാടീസൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ അപ്ഡേറ്റ്സ് പറയാം. അപ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും 50 ലക്ഷം രൂപയുടെ സ്കാമും നടന്നു. ഇങ്ങനെ കുറച്ച് പോയിട്ടുണ്ട്. പക്ഷേ കാനഡയിൽ ഒരു ഗോൾ നഷ്ടപ്പെട്ടിട്ടില്ല. പോയ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം ഞാനത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിന് ഇപ്പോൾ എനിക്ക് വിശ്വാസമുള്ള ആരാണ് എനിക്ക് തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നു. തരും, എന്തായാലും ഇന്നലെ നാളത്തേക്ക് തരും. അത് കഴിയുമ്പോൾ ഞാൻ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് എല്ലാവരോടും പറയാറുള്ളത്. അതുപോലെ തന്നെ യൂറോപ്പ് സ്വപ്നം കാണുന്ന ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു ബേസിൽ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങാന്നുള്ളത്. എന്നെ കോൺടാക്ട് ചെയ്യുന്ന പലർക്കും യൂറോപ്പിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. അതാണ് ഏറ്റവും വലിയ രസം. കാരണം ചില സമയത്ത് ചില ദിവസങ്ങളിൽ നമുക്കൊരു 50-100 കോൾ ഏറ്റവും കുറഞ്ഞത് വരാറുണ്ട്. ഈ ഒരു ടൈമിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ UK പൗണ്ട് വാല്യൂ എത്രയാണ്, ഷെങ്കനിൽ എത്ര കൺട്രികളുണ്ട്, ജർമ്മനിയിൽ ലാംഗ്വേജ് ഏതാണ്, ഇത് ചോദിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും, പക്ഷേ ഇത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. എന്നെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 4 സിമ്മുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു ഫോണ്, അതല്ലാതെ 2 ഫോണ്, ഒരു ലാപ്പ്, ഇതിനകത്തൊക്കെ വാട്സപ്പ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നല്ല ശത്രുക്കളും ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന സാധനങ്ങളെല്ലാം വാട്സപ്പ് ബാനാണ്, പെർമനൻറ്റ് ബാനാണ്. അതാണ് അടുത്ത ഹൈലൈറ്റ്. ഈ വാട്സപ്പ് ഇല്ലാതെയാണ് നമ്മളിപ്പോൾ നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കംപ്ലീറ്റ് ടെലിഗ്രാമിൽ ചെറിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി ഏകദേശം 10,000-3000 ആൾക്കാരെന്തോ അതിനകത്തുണ്ട്. വിശ്വാസ്യതയുള്ള കുറച്ച് പേരുണ്ട്. അതിനകത്തും കുറേ തുരപ്പന്മാർ കയറിയിട്ടുണ്ട്. എല്ലാ നമ്മൾ ഇടുന്ന പോസ്റ്റുകൾക്കും റിപ്പോർട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് നമ്മുടെ മൗറീഷ്യസിലേക്ക് വച്ചൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഗൂഗിൾ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആൾ അത്യാവശ്യം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, സൈബർ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആൾ ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാമിലെ പരമായിട്ടും ഇൻസ്റ്റാഗ്രാമിലെ കുറേ ബാനുകൾ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് പറയുന്ന റിപ്പോർട്ട് വേണമെന്നൊക്കെ പറയുന്ന കണക്കില്ല. സ്റ്റോറി ഏതിട്ടാലും ഇവർ ഈ റിപ്പോർട്ട് അടിക്കുക. എന്തിനാണ് റിപ്പോർട്ട് അടിക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞത് ജർമ്മനിക്ക് നമ്മൾ വീഡിയോ ചെയ്ത ടൈമിൽ കുറേ നെഗറ്റീവ് കമൻറ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാനത് പോസ്റ്റ് ചെയ്തു. പക്ഷേ പോസ്റ്റ് ചെയ്തപ്പോഴും ആരുടെ പേര് ഞാൻ അവിടെ സൂചിപ്പിക്കാനാണ് ഞാനത് പോസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ
പറഞ്ഞ് കമൻസ് രസം കമൻസ് നടക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞ രീതിയിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അവരുടെ പേര് പോസ്റ്റ് ചെയ്യാതെ. പക്ഷേ അപ്പോഴും നമുക്ക് ഫുള്ള് നെഗറ്റീവുകൾ. അതെന്തൊരു പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു ഫെയിം ഇങ്ങനെയാണ്, ഞാനിത് പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മെയിനായിട്ട് പറയാനായിട്ട്. നമ്മൾ ഒരു വീഡിയോ പറയണമെന്ന് വിചാരിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് വിസകൾ അങ്ങനെ അടിച്ച് കിട്ടുന്നതുകൊണ്ടും അത് നമ്മൾ പബ്ലിക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ടും കുറേ ഗുണങ്ങളുണ്ട്. കാരണം ഡയറക്റ്റ് കുറേ അധികം കമ്പനികളിൽ നിന്ന്, മീൻസ് യൂറോപ്പിലെ തന്നെ കമ്പനികൾ നമുക്ക് കുറച്ച് മെയിലും കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അവരായിട്ട് ഡയറക്റ്റ് ചെയ്തു തരാവുന്നു. ഞാൻ നാട്ടിലാണ് നിൽക്കുന്നത്, ഞാൻ അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം വേണ്ട ഒരു 10-15 രാജ്യങ്ങളെ കണക്ഷൻസ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് അവർ ത്രൂട്ട് അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ 4-5-10 ലക്ഷം രൂപ ചെയ്ത പല കാര്യങ്ങളും അതിൻ്റെ പകുതിക്ക് താഴെ എമൗണ്ടിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വലിയ കാര്യമാണ്. ബൾഗേറിയ വന്നിട്ടുണ്ട്, ചെറിയ പൈസയേ ഉള്ളൂ, ഏകദേശം കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൾഗേറിയ വേറെയും കുറച്ച് ഓപ്പണിങ് വന്നുന്നുണ്ട്. ബൾഗേറിയ എന്ന് പറയുന്നത് ശങ്കം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതും പലർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഫോണിൽ സെർച്ച് ചെയ്യാൻ റെഡി ആവില്ല. എല്ലാവർക്കും ഉരുട്ടി വയലേക്ക് വെച്ച് കൊടുക്കണം. ഇത് വയലേക്ക് ഉരുട്ടി വെച്ച് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നത് എനിക്ക് നെഗറ്റീവായിട്ട് തന്നെ വരുന്നത്, അതാണ് സംഭവം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഇനി വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, April May എന്ന് പറയുന്നത് വിസയുടെ ടൈമാണ്. നമുക്ക് റീസെൻ്റ്ലി കഴിഞ്ഞ സബ്മിഷൻ, അതായത് സ്ലൊവേനിയ സബ്മിഷൻ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. സെക്കൻഡ് ബാച്ചിന് ഈ വരുന്ന May 8 ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. മൗറീഷ്യസിലെ സ്റ്റഡീസിൻ്റെ വിസ വന്നു തുടങ്ങുന്നു. അതുപോലെ മൗറീഷ്യസിലെ വർക്ക് വിസയ്ക്ക് വെച്ചതിൻ്റെ വിസകളെല്ലാം വന്നിട്ടുണ്ട്. വിസകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 3-4 മാസം മുന്നേ വെച്ചത് അവിടെ കുറേ ഇലക്ഷൻസ് കാരണം കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. സോ അതെല്ലാം പെൻഡിങ് കഴിഞ്ഞു, വിസകൾ വന്നു തുടങ്ങുന്നുണ്ട്. അതിനും പുറമെ നമ്മുടെ ജർമ്മനി, കാനഡ ഓൾറെഡി ചെന്നിട്ടുണ്ട്. ജർമ്മനിയിൽ ഒരുപാട് വർക്ക് വിസയ്ക്ക് നമുക്ക് വച്ചിട്ടുണ്ട്. സ്ലോവാക്യ സ്റ്റിൽ നൗ പെൻഡിങ് നിൽക്കുകയാണ്. അതിപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നല്ല, ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് സ്ലോവാക്യൻ എംബസി ഡേറ്റ് ഇല്ല. അതിപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്നൊന്നുമല്ല, ഡേറ്റ് ഇല്ല, കമ്പനി മെയിൽ ഇല്ലാതെ നമ്മൾ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ വെച്ച കാൻഡിഡേറ്റിനെയൊക്കെ പൊട്ടന്മാരാകുന്ന ഏറ്റവും നല്ല പരിപാടിയാണ്. ഇനി ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും തരുമ്പോൾ എല്ലാവരുടെയും പേരിൽ ഇൻഡിവിജ്വൽ ഡേറ്റ്സ് കൊടുക്കുക, ഇവരെ വിസ സബ്മിഷൻ വിടുക, വിസ രജിസ്ട്രേഷൻ ആവുക, വീട്ടിലിരിക്കുക. സോ ഇത് ചെയ്ത് കൊടുക്കാത്തത് ഈ കാര്യങ്ങൾ ഇനി ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ഈ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടില്ലായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, നമ്മളെല്ലാവരും തൃപ്തിക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു പണി നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ സ്ലോവാക്യ സബ്മിഷൻ എന്തായാലും അടുത്ത മാസം മെയ് എന്ന് പറയുന്ന മാസത്തിൽ നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം കുറച്ചധികം കാൻഡിഡേറ്റ് നമ്മൾ എടുത്ത് വച്ചിട്ടുണ്ട്. സോ വെയർ ഹൗസും കാര്യങ്ങളും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കരുത്, കാരണം കഴിഞ്ഞ കേസ് കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ വിസ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിനി അടുത്ത കുറച്ച് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ, കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. അതിനെ പോലെ തന്നെ ബ്രാൻഡ് ആക്കി ഒന്നുമില്ലാത്തൊരു പേജിനെ ഏകദേശം നിങ്ങൾ നിങ്ങൾ എല്ലാവരുടെയും തന്നെ സപ്പോർട്ട് കൊണ്ടും കുറച്ചുകൂടെ നെഗറ്റീവ് കൊണ്ടുമാണ് കുറച്ച് ഹൈപ്പിലായിട്ട് വന്നതും. നമ്മൾ റിപ്പോർട്ടുകൾ കിട്ടുന്നതുകൊണ്ട് കണ്ടിന്യൂസ് റിപ്പോർട്ട് ആയതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന് ഏകദേശം വരുന്ന സെപ്റ്റംബർ വരെയും റീച്ച് ഉണ്ടാവില്ല. റീച്ച് സ്റ്റോപ്പിംഗ് ആണ്, കാരണം അക്കൗണ്ട് കയറി നോക്കുന്ന ആൾക്ക് മാത്രമാണ് ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തായാലും വലിച്ച് നീട്ടി കഥയാക്കുന്നില്ല. അപ്പോൾ അടുത്ത സക്സസ് സ്റ്റോറീസ് വരുമ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ.